ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്ന് എം.ജി. ശ്രീകുമാറിൻ്റെ ഭക്തിഗാനങ്ങളൊക്കെ കേട്ടിട്ടാണ് കേട്ടോ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത്. അയ്യപ്പ ഭക്തിഗാനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഏട്ടനും കുട്ടൂസും ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ശരണം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭക്തിഗാനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതൊരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. ശരിക്കും എന്തൊക്കെ സങ്കടം ഉണ്ടെങ്കിലും ആ ഒരു രാവിലെ തന്നെ ഭക്തിഗാനങ്ങൾ വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് വൈബാണ്. അപ്പോൾ ഞാൻ നേരെ അടുക്കളയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീയൊക്കെ പിടിപ്പിച്ച് ഇഡ്ഡലിക്കുള്ള മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഡ്ഡലി വേവട്ടെന്ന് വെച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആവിയിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തലേ ദിവസം കടല കുതിർത്തായിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുക്കറിലിട്ട് വിസിലടുപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഒരു സവാളയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വിസിലടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് അതിൽ വേണ്ട അരപ്പ് റെഡിയാക്കി വയ്ക്കാം കേട്ടോ. കുറച്ച് പട്ട, ഗ്രാമ്പും, ഒരു സവാള, കറിവേപ്പില, കുറച്ച് പെരുംജീരകം ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. അതിലോട്ട് ചെറിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നന്നായി കളർ ഡിഫറൻ്റ് ഒന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതിലോട്ട് ഒരു സ്പൂൺ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ മുളക് നല്ല എരിവാണ് കേട്ടോ. വീട്ടിൽ തന്നെ പൊടിപ്പിച്ചതാണ്. ഉണങ്ങിയ കാന്താരിയും അതുപോലെ മുളകൊക്കെ ആയിട്ട് ഉണക്കി പൊടിപ്പിച്ചുകൊണ്ട് തന്നെ ഒരു നല്ലൊരു എരിവാണ് കേട്ടോ. അത് ഞാൻ ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മുളക് പൊടി എത്രയാണോ ഇടുന്നത് അതിൻ്റെ ഇരട്ടിയാണല്ലോ നമുക്ക് മല്ലിപ്പൊടി ഇടേണ്ടി വരിക. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടുകൊണ്ട് 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് വറുത്ത് വന്ന് അത് ചൂടാറിയ ശേഷം അരച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അരപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല രാവിലത്തെ ആ ഒരു തിരക്കിൽ. അങ്ങനെ നമ്മുടെ കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തതിന് ശേഷം ഞാൻ ഇഡ്ഡലിയും കടലക്കറിയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടെ കട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ. കട്ടൻ ഇല്ലാണ്ട് എന്ത് ടിഫിനിൽ രാവിലെ തന്നെ. അപ്പോൾ അങ്ങനെ രാവിലത്തെ ആ ഒരു പണി ഒരുവിധം സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമായിരുന്നു ഞാൻ പ്രാവിനെ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിക്കുട്ടൻ പ്രാവിനെ നോക്കാൻ പറഞ്ഞിട്ട് ഒരേ ശല്യമായിരുന്നു കേട്ടോ. അപ്പോൾ ശരി എന്നാൽ നോക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്രാവിൻ്റെ അടുത്തേക്ക് പോയതാണ് കേട്ടോ. തീറ്റയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പ്രാവിനെ അവൻ തുറന്നുവിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇതെടുക്ക് വീഡിയോ എടുക്കുന്നതൊക്കെ കൊണ്ട് അവൻ നമുക്ക് ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പ്രാവുകുട്ടിയെ നോക്കിയപ്പോൾ കാണാണ്ടായിരുന്നില്ല. അതൊരു സൈഡിലേക്ക് കിടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത് പോയി നോക്കിയപ്പോഴാണ് പ്രാവുകുട്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്നലെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രാവുകുട്ടീൻ്റെ കണ്ണ് പൊഴിഞ്ഞിട്ടില്ല കേട്ടോ. കണ്ണ് പൊഴിയണേ ഉള്ളൂ. ഒരു 2-3 ദിവസം കൂടി ആവും കേട്ടോ കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിങ്ങനെ കണ്ണ് തുറന്ന് വരുമ്പോൾ തീറ്റയൊക്കെ കഴിച്ച് ഒന്നൊത്തിരി വലുതായി വരുള്ളൂ. അപ്പോൾ ഇപ്പം പിന്നെ നമ്മൾ തീറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രാവുകൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ പ്രാവ് കൊണ്ടുവന്നിട്ട് കുട്ടിക്ക് കൊടുക്കും കേട്ടോ തീറ്റ. അപ്പോൾ അതങ്ങനെ വലുതായി വന്നോളൂ. അങ്ങനെ ഞങ്ങളുടെ പ്രാവിൻ്റെ നോക്കൽ കഴിഞ്ഞു. പിന്നെ അങ്ങനെ താഴത്തേക്ക് ഇറങ്ങിപ്പോവായിരുന്നു കേട്ടോ. മേലെയാണ് കേട്ടോ പ്രാവ് കൂടെ വെച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ ടാസിൻ്റെ താഴത്തേക്ക് ഇറങ്ങിപ്പോയി. പിന്നെ ഉച്ചയ്ക്ക് ബീട്രൂട്ട് ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ബീട്രൂട്ട് ഉപ്പേരി വയ്ക്കുമ്പോൾ ഫസ്റ്റ് ഉപ്പിട്ട് ബീട്രൂട്ട് വേവിക്കും കേട്ടോ. അതിന് ശേഷമാണ് ബാക്കി കടുക് വറുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ അതേപോലെ തന്നെ ഉപ്പിട്ട് ബീട്രൂട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇവിടെ മുളകൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അങ്ങനെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമ്മൾ ചെറുകിയ വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ സവാള ഒരുപാട് വേവില്ല. നമ്മൾ ഉപ്പേരി കഴിക്കുമ്പോൾ ഈ ഒരു വറുത്ത തേങ്ങേൻ്റെ അതുപോലെ സവാള ആ ഒരു മധുരത്തിൽ കടിക്കണതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ ഉണ്ട്. ശരിക്കും ഇങ്ങനെ ബീട്രൂട്ട് ഉപ്പേരി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വേറെ രീതിയിൽ വെക്കണതിനെക്കാട്ടിലും. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരിക്ക് നല്ല അടിപൊളി സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് അതായിരുന്നു കേട്ടോ. അപ്പോൾ കടലക്കറിയും ബീട്രൂട്ട് ഉപ്പേരിയായിട്ട് അങ്ങനെ പിന്നെ പശുവിൻ്റെ അടുത്ത് പോകണം പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇന്നും പശുവിൻ്റെ പുറത്ത് ഈ ഒരു പക്ഷി കയറി ഇരിക്കേണ്ടത് ഇതിപ്പോൾ സ്ഥിരമാണ് കേട്ടോ. പശുവിൻ്റെ പുറത്തൊന്ന് ഈ ഒരു പക്ഷിക്ക് കയറുന്നില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. വേനൽക്കാലം ആയതുകൊണ്ട് മരത്തിൻ്റെ ഇലകളൊക്കെ നന്നായി കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.